ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് യോഗിനി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ജൂൺ മാസം 21 തീയതി രാവിലെ 7:18 മുതൽ 2025 ജൂൺ മാസം 22 തീയതി രാവിലെ 4:27 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന 2025 ജൂൺ മാസം 22 തീയതി ഞായറാഴ്ച യോഗിനി ഏകാദശിയായി ആചരിക്കുന്നു. പാരണ വിടേണ്ടത് 2025 ജൂൺ മാസം 23 തീയതി. എന്തിനാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? നിങ്ങൾ കലണ്ടറിൽ നോക്കുമ്പോൾ 21 തീയതി ശനിയാഴ്ച ഏകാദശിയായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അന്ന് പകലൊക്കെ ഏകാദശിയുണ്ട്. കാരണം ഏകാദശി തിഥി നമ്മുടെ കേരളത്തിൽ ഏകദേശം ഭാരതത്തിലെല്ലാം തന്നെ 21 തീയതി രാവിലെ തന്നെ തുടങ്ങുന്നതാണ്. പക്ഷേ ഈ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന പുണ്യദിനമാണ് ഏകാദശിയായി വ്രത അനുഷ്ഠാനത്തിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് 22 തീയതി ഞായറാഴ്ച നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നത്. എന്തിനാണ് ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത്? ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം, ഭഗവാനിൽ ലയിക്കുക, അതാണ് ആത്യന്തികമായ ലക്ഷ്യം. എന്തിനാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനും തെറ്റുകൾ കാണാനും ഈ കലിയുഗത്തിൽ ജനിക്കുന്നത്? മോക്ഷമാണ് ഉത്തമം. അതിനു വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. എങ്ങനെ മോക്ഷം ലഭിക്കും? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് പാപങ്ങളെല്ലാം നശിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണ് പാപങ്ങൾ നശിക്കുന്നത്? നിത്യേന നമ്മൾ ധാരാളം പാപങ്ങൾ ചെയ്യുന്നുണ്ട്. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയും ചെയ്യും. ഇന്നലെയും ചെയ്തു, കഴിഞ്ഞ ജന്മങ്ങളിലും ചെയ്തു. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ജനിച്ചിരിക്കുന്നത്. എങ്ങനെ പാപമോചനമുണ്ടാകും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭാഗവതം ഒക്കെ പഠിക്കുന്ന സമയത്ത് കംസനും പൂതനയും ശിശുപാലനും ഒക്കെ തന്നെ ഒരു വലിയ ദുഷ്ടന്മാരായിരുന്നു. പക്ഷേ ഈശ്വരൻ്റെ ഒരു സ്പർശനം കൊണ്ട് അവർ പാപമോചിതരായി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്, ഈശ്വരൻ്റെ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഈശ്വരൻ നമ്മളെ സ്നേഹിക്കുന്നത്? നമ്മൾ നിസ്വാർത്ഥമായി ഈശ്വരനെ സ്നേഹിച്ചാൽ മാത്രമേ ഈശ്വരൻ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. ഈ ഏകാദശി വ്രതങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ ഏകാദശി വ്രത കഥയൊക്കെ കേട്ട്, ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് ഈശ്വരൻ്റെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാവുകയും വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഭഗവാൻ കുറയ്ക്കുകയും ചെയ്യും. നിരന്തരം ഭഗവത്ഗീതയും ഭാഗവതവും ഭാഗവതത്തിലെ കഥകളുമൊക്കെ കേൾക്കുന്ന വ്യക്തി, അത് മനസ്സിലാക്കുന്ന വ്യക്തി, ഭഗവാനെ അറിയുന്ന വ്യക്തി
ഈശ്വരൻ എന്താണോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതനുസരിക്കാൻ തയ്യാറാകുന്ന വ്യക്തി ഒരിക്കലും തെറ്റായ മാർഗത്തിൽ കൂടി ചലിക്കുകയില്ല. അവനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല. ഇനി പലർക്കുമുള്ള സംശയമാണ്, എന്തിനാണ് ഒരു മാസത്തിൽ 2 ഏകാദശികൾ എടുക്കുന്നത്? ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും അതിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒന്നെടുത്താൽ മതിയെന്ന്. അങ്ങനെ പറയുന്ന ആളുകൾ അവർ മടിയന്മാരാണ്. കാരണം അവർക്ക് ഈശ്വരനെ ഭജിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്, ചില ചട്ടക്കൂടുകളുണ്ട്. അവർക്ക് കുറച്ച് കഴിയുമ്പം അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി മറ്റു പല കാര്യങ്ങൾക്കുമാണ്. അതുകൊണ്ടാണ് അവരത് പറയുന്നത് ഒന്നു മതി. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഒന്നു മതി എന്ന് പറയുന്നത്? ഒരു മാസത്തിൽ 5-6 ഏകാദശികൾ വരട്ടെ, അത്രയും സമയം നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാമല്ലോ എന്നാണ് ഭഗവാനെ സ്നേഹിക്കുന്നവർ വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം 108 തവണ ജപിക്കുന്ന ഒരു വ്യക്തി 1008 തവണ പിന്നെ ജപിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവന് മാത്രമേ ഈശ്വര സ്നേഹത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നിത് മതി, അതൊരു റേഷൻ പോലെയാണ്. അങ്ങനെയല്ല ഈശ്വരനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുമ്പം അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടാണോ സ്നേഹിക്കുന്നത്? ഒരിക്കലുമല്ല. അതുപോലെ ആയിരിക്കണം ഈശ്വരനോടുള്ള നമ്മുടെ സമർപ്പണവും. പീരീഡ്സ് ഒക്കെ വരുന്ന ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ 2 ഏകാദശികളും ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് അതിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് മാസത്തിൽ ഏതെങ്കിലും ഒരു ഏകാദശി മാത്രമേ അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എന്തു ചെയ്യണം? പീരീഡ്സ് ആയിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏകാദശി വരുന്നത് എങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാതെയും വിളക്ക് തെളിയിക്കാതെയും 2 നേരവും കുളിച്ച് ശുദ്ധമായിരുന്ന് ശരീരശുദ്ധി വരുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ ഉപവസിച്ച് വെള്ളം കുടിച്ചിരുന്ന് എങ്ങനെയാണോ പറ്റുന്നത് നമ്മുടെ ശാരീരിക സ്ഥിതിക്കനുസരിച്ചിട്ട് ഇരുന്ന് നാമം ജപിച്ചിരിക്കുക. പാരണാസമയത്ത് കൃത്യസമയത്ത് കുളിച്ച് നമ്മുടെ മുറിയിലിരുന്ന് നാമം ജപിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഭഗവാൻ എന്താണ് അശുദ്ധി? രജസ്വലയായിരുന്ന ദ്രൗപദിയെ ഭഗവാൻ വസ്ത്രം കൊടുത്ത് അവളുടെ മാനം രക്ഷിച്ചു. അങ്ങനെയുള്ള ഭഗവാൻ എന്താണ് അശുദ്ധി? ഒരശുദ്ധിയുമില്ല. മറ്റു ചിലർക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഏകാദശി അങ്ങോട്ട് എടുത്തു തുടങ്ങി ഉച്ചയായപ്പോഴേക്കും പീരീഡ്സായി. ഏകാദശി അവിടെ വെച്ച് അങ്ങ് നിർത്തുന്നു. എന്നിട്ട് നല്ല മീനുമൊക്കെ കൂട്ടി നല്ല ഭംഗിയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് അങ്ങ് നടക്കുന്നു. പാടില്ല. ഇടയ്ക്ക് വെച്ച് പീരീഡ്സ് ആയിക്കോട്ടെ, നിങ്ങളത് തുടരുക. ഒരു കാരണവശാലും നിർത്തരുത്. ഈ പറഞ്ഞതുപോലെ വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിലേക്ക് പോകാനോ വേണ്ട, അത് ചെയ്യണ്ട. കുളിക്കുക, ഒന്നുകൂടി കുളിക്കുക, വൈകുന്നേരം കുളിക്കുക, നിങ്ങളുടെ മുറിയിലിരുന്ന് നാമം ജപിക്കുക, ഏകാദശി പൂർത്തിയാക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളാണ്. ഇതൊക്കെ വരണം. ഒരു സ്ത്രീക്ക് ഇത് വന്നില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അവൾക്ക് രോഗമാണ്. ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഇതിനെയൊന്നും ആരും തടയരുത്. അതൊക്കെ വന്നോട്ടെ. ഏതവസ്ഥയിലും ഈശ്വരനെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈശ്വരൻ സ്നേഹിക്കുന്നവരുടെ കൂടെ എന്നും ഉണ്ടാകും, ഭക്തകളുടെ കൂടെ എന്നും ഉണ്ടാകും. 100% ഉറപ്പാണ്. ഏകാദശി എങ്ങനെയാണ് എടുക്കുന്നത്? വൈഷ്ണവ വിശ്വാസമനുസരിച്ചിട്ട് ഏകാദശിയുടെ തലേ ദിവസം ഒരിക്കലുണ്ട്. ഏകാദശി ദിവസം നമ്മൾ ഒന്നുകിൽ ഉപവസിക്കും, അതല്ലെങ്കിൽ ഏകാദശി അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും, അതല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കും, അതല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിരിക്കും. തലേദിവസം, ഏകാദശിയുടെ തലേദിവസം രാവിലെ ഒന്നുകിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ധാന്യങ്ങൾ, റവയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക, അതിൻ്റെ പലഹാരങ്ങൾ. ഉച്ചയ്ക്ക് നമ്മൾ ഒരിക്കലുണ്ണും ഒരു നേരം അരിഭക്ഷണം, ചോറോ
അല്ലെങ്കിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രസമോ ഒക്കെ കൂട്ടി, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ചമ്മന്തിയോ രസമോ അല്ലെങ്കിൽ മോരോ ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ചോറുണ്ണും. തലേ ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് നമ്മൾ ആഹാരം കഴിച്ചു നിർത്തും. മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, ഉപ്പുമാവോ ഒക്കെ കഴിക്കുക. ഉള്ളിയൊന്നും ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ്, അതുകൊണ്ട് വൈഷ്ണവർ അത് ഉപയോഗിക്കാറില്ല. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം ഏകാദശി ദിവസം നിങ്ങൾ എങ്ങനെയാണോ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. ഉപവസിക്കുന്നവരുണ്ട്. ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും, ചിലർ പാലും പഴങ്ങളും കഴിച്ചിരിക്കും, ചിലർ ഒരു നേരം മാത്രം കഴിക്കും, ചിലർ 3 നേരവും കഴിക്കും. മരുന്ന് കഴിക്കുന്ന ആളുകൾ കാണും, ഗർഭിണികൾ കാണും, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ആളുകൾ കാണും, കുട്ടികൾ കാണും, വൃദ്ധർ കാണും, രോഗമുള്ള ആളുകൾ കാണും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ജോലിക്ക് പോകുന്നവർ കാണും. അവർക്കൊക്കെ ഏകാദശി എടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുക. പക്ഷേ പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ? ധാന്യവർഗ്ഗങ്ങൾ. ഒരു തരത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല. അരി, ഗോതമ്പ്, റാഗി, തിന, ബാർലി, ഓട്സ്, അതുപോലെ ഗോതമ്പ്, ഇങ്ങനെയുള്ള ചെറുപയർ, കടല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നത് പച്ചക്കറികൾ, പഴങ്ങൾ, മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, കാച്ചിൽ, ചേമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതൊക്കെ ഉപയോഗിക്കാം. പച്ചക്കറികൾ ഉപയോഗിക്കാം. കപ്പലണ്ടി, അതായത് നിലക്കടല, അത് ഉപയോഗിക്കാം. ചൗവരി, നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചൗവരി, ആ ചൗവരി നമുക്ക് ഉപയോഗിക്കാം. പാലിൽ കാച്ചി കുടിക്കാം. സാബുദന, അത് ഉപയോഗിക്കാം. അതാണ് ചൗവരി, അതുപയോഗിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതായത് പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് ഏകാദശി പുഴുക്ക് നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി ചേർക്കാത്ത ഒരു ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തിയോ ഒക്കെ കഴിക്കാം. നമ്മുടെ 2ാമത്തെ ചാനൽ കൗസ്തുഭം, അതിനകത്ത് ഏകാദശി വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. ഏകാദശി പുഴുക്കൊക്കെ അതിനകത്തുണ്ട്. നിങ്ങൾക്കറിയാം. അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ ഏകാദശി ദിവസം നാമം ജപിച്ച്, അതാണ് ഏറ്റവും പ്രധാനം. എത്ര തവണ നാമം ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ നാമം ജപിച്ച് ഇരിക്കുക. പിറ്റേ ദിവസം, ഏകാദശിയുടെ പിറ്റേ ദിവസം ആ പാരണ സമയത്ത് കൃത്യമായി പാരണ വീടുക. ഓരോ സ്ഥലങ്ങളിലും പാരണ സമയം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ചില സ്ഥലങ്ങളിൽ ഏകാദശി തിഥി അനുസരിച്ചിട്ട് ഏകാദശി ദിവസത്തിനും വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇപ്പോൾ പറയാം. അതുപോലെ ഏകാദശിയുടെ വ്രതകഥ, ഏകാദശിയുടെ വ്രതകഥ നിർബന്ധമായും കേൾക്കണം എല്ലാവരും. ഏകാദശി ദിവസവും ഏകാദശി പാരണാ സമയത്തും വ്രതകഥ കേൾക്കുന്നത് വളരെ വിശേഷമാണ്. വ്രതകഥ പറഞ്ഞ് നാമം ജപിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ഒരു ശീലം വൈഷ്ണവ വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ അത് വളരെ വ്യാപകമായി ചെയ്യുന്ന കാര്യമാണ്. അതായത് വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ കഥ ഇങ്ങനെ പറയും. വളരെ പുണ്യമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തവണ 23-ാം തീയതി കേരളത്തിൽ പാരണ വീടേണ്ടുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 10:18 വരെയാണ്. തമിഴ്നാട് 5:44 മുതൽ 10:02 വരെ. കർണാടക 5:55 മുതൽ 10:13 വരെ. ആന്ധ്രാപ്രദേശ് 5:47 മുതൽ 10:05 വരെ. തെലുങ്കാന 5:43 മുതൽ 10:07 വരെ. ഒറീസ 5:08 മുതൽ 9:35 വരെ. ഗോവ 6 മണി മുതൽ 10:27 വരെ. അതായത് ഗോവയിൽ 6 മണി മുതൽ 6 മണി 6 മിനിറ്റ് മുതൽ 10:27 വരെ. മഹാരാഷ്ട്ര 6 മണി 2 മിനിറ്റ് മുതൽ 10:28 വരെ. മധ്യപ്രദേശ് 5:36 മുതൽ 10:07 വരെ. ഉത്തർപ്രദേശ് ലക്നൗ 5:14 മുതൽ 9:50 വരെ. ഹരിയാനയിൽ 5:22 മുതൽ 10:04 വരെ. ന്യൂഡൽഹി 5:24 മുതൽ 10:04 വരെ. ഗുജറാത്ത് 6 മണി 5 മിനിറ്റ് മുതൽ 10:36 വരെ. രാജസ്ഥാൻ 5:34 മുതൽ
10:11 വരെ. പഞ്ചാബ് 5:26 മുതൽ 10:11 വരെ. ജാർഖണ്ഡ് 5:04 മുതൽ 9:35 വരെ. ഛത്തീസ്ഗഡ് 5:21 മുതൽ 10:04 വരെ. കാശ്മീർ 5:24 മുതൽ 10:10 വരെ. ആസാം 4:32 മുതൽ 9:07 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 4:57 മുതൽ 9:13 വരെ. ദുബായിൽ 23-ാം തീയതി തന്നെയാണ് 5:31 മുതൽ 10:05 വരെ. അബുദാബി 5:35 മുതൽ 10:08 വരെ. ബഹ്റിൻ 4:46 മുതൽ 9:22 വരെ. സൗദി അറേബ്യ 5:05 മുതൽ 9:39 വരെ. കുവൈറ്റ് 4:50 മുതൽ 9:30 വരെ. ദോഹ ഖത്തർ 4:45 മുതൽ 9:19 വരെ. ഷാർജ 5:29 മുതൽ 10:03 വരെ. ഒമാൻ മസ്കറ്റ് 5:21 മുതൽ 9:53 വരെ. ഇനി അർമേനിയയിൽ 23-ാം തീയതിയാണ് പാരണ, 22 ഏകാദശി. 23-ാം തീയതി രാവിലെ 5:33 മുതൽ 10:34 വരെ. ജർമ്മനിയിൽ 23-ാം തീയതി പാരണ, 22 ഏകാദശി, 4:44 മുതൽ 10:20 വരെ. ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 23-ാം തീയതി പാരണ, 22 ഏകാദശി, 23-ാം തീയതി രാവിലെ 7:19 മുതൽ 10:35 വരെ. സ്വീഡൻ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 3:32 മുതൽ 9:44 വരെ. ഓസ്ട്രേലിയയിൽ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 7:24 മുതൽ 10:40 വരെ. സിംഗപ്പൂർ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 7:01 മുതൽ 11:05 വരെ. മാലിദ്വീപ്സ് 22 ഏകാദശി, 23 പാരണ, 5:57 മുതൽ 10:05 വരെ. ചൈന 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 4:37 മുതൽ 9:33 വരെ. മലേഷ്യ 22 ഏകാദശി, 23 പാരണ, 23 രാവിലെ 7:06 മുതൽ 11:13 വരെ. പോണ്ടിച്ചേരി 23-ാം തീയതി രാവിലെ പാരണ വീഴണം, 5:48 മുതൽ 10:05 വരെ. ജോർദാനിൽ 22 ഏകാദശി, 23 പാരണ, 5:31 മുതൽ 10:16 വരെ. ഇസ്രായേലിൽ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 5:35 മുതൽ 10:19 വരെ. റഷ്യ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 3:45 മുതൽ 9:36 വരെ. ന്യൂസിലാൻഡ് വില്ലിംഗ്ടൺ, അവിടെ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 7:47 മുതൽ 7:51 വരെ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ജോർജിയയിൽ 22 ഏകാദശി, 23 പാരണ, 23-ാം തീയതി രാവിലെ 5:27 മുതൽ 10:31 വരെ. ഇനി 21-ാം തീയതി ഏകാദശി എടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. 21-ാം തീയതി ഏകാദശി, 21 ഏകാദശി, 22 പാരണ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് UK ആണ്. UK ഇംഗ്ലണ്ട്. അവിടെ 21-ാം തീയതിയാണ് ഏകാദശി, 22 പാരണ, 22-ാം തീയതി രാവിലെ 5:11 മുതൽ 10:16 വരെ. ലിബിയ 21 ഏകാദശി, 22 പാരണ, 22-ാം തീയതി രാവിലെ 6:11 മുതൽ 10:46 വരെ. നൈജീരിയയിലും അങ്ങനെ തന്നെ 22-ാം തീയതിയാണ് പാരണ, 21 ഏകാദശി, 6:13 മുതൽ 10:26 വരെയാണ് നൈജീരിയയിലെ സമയം. ഇറ്റലി അങ്ങനെ തന്നെ 6:11 മുതൽ 10:40 വരെ. അമേരിക്കയിലും അങ്ങനെ തന്നെ, അതായത് 21 ഏകാദശി, 22 പാരണ, 5:43 മുതൽ 10:41 വരെയാണ് അമേരിക്കയിലെ സമയം. സാംബിയ
ഇതുപോലെ തന്നെ 21 ഏകാദശി 22 പാരണ 6:33 മുതൽ 10:17 വരെ. കാനഡ 21 ഏകാദശി 22 പാരണ 5:15 മുതൽ 10:28 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 21 ഏകാദശി 22 പാരണ 5:07 മുതൽ 10:32 വരെ. സൗത്ത് ആഫ്രിക്ക 21 ഏകാദശി 22 പാരണ 22-ാം തീയതി രാവിലെ 7:52 മുതൽ 11:09 വരെ. ഇനി ഹരിവാസര സമയം. ഹരിവാസര സമയം 21-ാം തീയതി രാത്രി 11:10 മുതൽ 22-ാം തീയതി രാവിലെ 9:41 വരെയാണ്. ആ സമയമാണ് ഹരിവാസര സമയം. ആ സമയം പരമാവധി ഈശ്വരനെ ഭജിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഇനി ഏകാദശിയുടെ വ്രതകഥ, യോഗിനി ഏകാദശിയുടെ വ്രതകഥ. ഭഗവാൻ ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിരനാണ് ഏകാദശിയുടെ വ്രതകഥയെപ്പറ്റി ചോദിക്കുന്നത്. ഏകാദശിയുടെ വ്രതകഥ പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുമ്പോൾ, ഈ യോഗിനി ഏകാദശിയുടെ വ്രതകഥ പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. എന്താണ് ആ കഥ? നമുക്കറിയാം, കുബേരൻ ആരായിരുന്നു? വലിയ ശിവഭക്തനായിരുന്നു. കുബേരൻ്റെ രാജധാനി അളകാപുരി. അങ്ങനെ എല്ലാ ദിവസവും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, പൂജ ചെയ്യുന്നതിന് വേണ്ടി പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരാനായിട്ട് മാനസ സരോവരത്തിൻ്റെ തീരത്തിലേക്ക് ഈ കുബേരൻ്റെ ഒരു ഭൃത്യനെ അയക്കാറുണ്ടായിരുന്നു. ഹേമലി എന്നായിരുന്നു ആ ഭൃത്യൻ്റെ പേര്. ഹേമലിയുടെ ഭാര്യയാണ് വിശാലാക്ഷി. ഒരു ദിവസം ഈ ഹേമലി പൂക്കൾ ശേഖരിക്കാനായി മാനസ സരോവരൻ്റെ തീരത്തിലേക്ക് പോയപ്പോൾ അവിടെ വച്ച് തൻ്റെ ഭാര്യയായ വിശാലാക്ഷിയെ കാണുകയാണ്. യക്ഷനാണ് ഇവരെല്ലാം, യക്ഷന്മാരാണ്, വലിയ സുന്ദരന്മാരും സുന്ദരികളുമാണ്. അവിടെ വച്ച് ഭാര്യയായ വിശാലാക്ഷിയെ കാണുകയും ഇവർ തമ്മിൽ പ്രേമസല്ലാപങ്ങളിലും ഒക്കെ മുഴുകി അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ അവരവിടെ കളിച്ച് രസിച്ച് നടന്നു. ഇവിടെ കുബേരൻ ഇപ്പോൾ പൂക്കൾ കൊണ്ടുവരും, പൂജ ചെയ്യാനായിട്ടുള്ള പൂക്കൾ ഇപ്പോൾ ഹേമലി കൊണ്ടുവരും എന്ന് വിചാരിച്ചിരുന്നിട്ട് പൂജാസമയമായിട്ടും ഹേമലി പൂക്കൾ കൊണ്ടുവന്നില്ല. അപ്പോൾ മറ്റു യക്ഷന്മാരെ വിളിച്ചിട്ട് ഹേമലി എവിടെ എന്ന് അന്വേഷിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞപ്പോൾ അവർ ചെന്ന് നോക്കിയപ്പോൾ ഹേമലി അവിടെ ഭാര്യയുടെ കൂടെ കളിച്ചു രസിച്ച് നടക്കുന്നു. ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു. കുബേരന് ദേഷ്യം വന്നു. കുബേരൻ ശപിച്ചു. ഭാര്യയുമായി വേർപെട്ടു പോകട്ടെ എന്നും അതുപോലെ തന്നെ നിനക്ക് കുഷ്ഠം ബാധിക്കട്ടെ എന്നുമാണ് ശപിച്ചത്. അങ്ങനെ ഹേമലി ഭൂമിയിലേക്ക് പതിക്കുകയാണ്. കുഷ്ഠരോഗിയായിട്ടാണ് പതിച്ചത്. അങ്ങനെ ഭാര്യയുമായി വേർപെട്ടു. വിഷമം സഹിക്കാൻ സാധിക്കുന്നില്ല. ശരീരത്തിന് വേദനയുമുണ്ട്. കുഷ്ഠമാണ് രോഗം. അങ്ങനെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആര്? ഹേമലി. അങ്ങനെ ഹേമലി അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മാർക്കണ്ഡേയ മുനിയെ കാണുകയാണ്. അപ്പം മാർക്കണ്ഡേയ മുനി ചോദിക്കുകയാണ്, അയ്യോ എന്തു പറ്റി ഹേമലി നിനക്ക്? പണ്ട് നിനക്ക് നല്ല സൗന്ദര്യമുള്ള ശരീരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഹേമലി സകല വിവരങ്ങളും മാർക്കണ്ഡേയ മുനിയോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണം, എനിക്കിത് സഹിക്കുവാൻ സാധിക്കുന്നില്ല മാമുനെ എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയ മുനി പറയുകയാണ്, വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. യോഗിനി ഏകാദശി ദിവസം വിദ്യാമണ്ണം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക ഈശ്വരനെ, സർവേശ്വരനെ. ഭഗവാൻ തീർച്ചയായിട്ടും നിന്റെ പാപങ്ങൾക്ക് മോചനം തരും എന്ന് പറയുന്നു. അങ്ങനെ അന്നേ ദിവസം, അതായത് ഈ യോഗിനി ഏകാദശി ദിവസം ഈ ഹേമലി ഉപവസിച്ച് വ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി ഹേമലിയുടെ പാപങ്ങളെല്ലാം നശിച്ചു എന്നും ഹേമലി വീണ്ടും സ്വർഗത്തിലേക്ക് എത്തി എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതാണ് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന യോഗിനി ഏകാദശിയുടെ വ്രതകഥ. ഈ കഥ നിങ്ങൾ കേൾക്കുകയും ഏകാദശി ദിവസം കേൾക്കുകയും പറയുകയും പാരണാസമയത്ത് വീണ്ടും പറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ഉത്തമമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ കഥ കേൾക്കുന്നതും പറയുന്നതും
88,000 ശ്രേഷ്ഠ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഈ ദിവസം ഉപവസിച്ച് വ്രതം അനുഷ്ഠിച്ചാൽ സകല പാപങ്ങളും നശിക്കുകയും മോക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് ഈശ്വരൻ പറഞ്ഞു തരുന്നു. അതുപോലെ ഋഷീശ്വരന്മാർ പറയുന്നത് ഈ ഏകാദശി ദിവസം ആൽമരം നടുന്നത് വളരെ ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു. ഇതാണ് ഏകാദശിയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏകാദശി ദിവസം ഇനി വ്രതം എടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പോലും നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കുക. തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.